നമസ്കാരം. നമ്മുടെ ബിഷപ്പിൻ്റെ വെള്ളി തെരുവിൽ അലയുന്ന ദൈവ മക്കൾക്കുള്ള ഭക്ഷണ വിതരണ അതിൻ്റെ ക്രമീകരണങ്ങളിലാണ് ഞങ്ങൾ ഇന്ന് ഭക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാറുണ്ട്, ചിക്കനും അച്ചാറും. അപ്പോൾ ഇന്ന് നമ്മളോട് കൂടെ YMCA മുൻ സെക്രട്ടറി മനോജ് സാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരുപാട് നാളുകൊണ്ടുള്ള സാറിൻ്റെ ഞങ്ങളുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഒരു ദിവസം വരും എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇന്ന് സാറിന് ദൈവം ഇടയാക്കി. അതുപോലെ നമ്മുടെ ബിനോബാബു സാറ് എത്തിച്ചേരും. അദ്ദേഹം കൂടെ ഉണ്ട്, ജനമൈത്രി നോർത്ത് സ്റ്റേഷൻ. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാനും മനോജ് സാറും ഷീലയും ആ കൂട്ടത്തിൽ ഇതെല്ലാം തയ്യാർ ചെയ്യുന്ന ജോളിയുണ്ട്. ഇപ്പോൾ നമ്മൾ 1,00,000-ലധികം ആൾക്കാർക്ക് ജനുവരി വരെ ഇതുവരെ നമുക്ക് തുടങ്ങിയിട്ട് ഈ ഇത്രയും നാൾ ഭക്ഷണം ഇത് പിന്നിടാനായിട്ട് സാധിച്ചു. ജോളി എന്താ പറയണ? ഇനിയിപ്പോൾ 30-ാം തീയതി ഉണ്ട് നമ്മുടെ സാറേ. ഇതിനെക്കുറിച്ച് സാറിന് എന്താ ഒരു അഭിപ്രായം? ഒരു ബിഷപ്പിൻ്റെ വെള്ളി എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ചെയ്യണമെന്നുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. എന്തായാലും ദൈവം സാഹചര്യം ഒരുക്കി തന്നു, വരാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ. സാറ് വന്നില്ലെങ്കിലും സാധിക്കുമ്പോൾ സാറിൻ്റെ ദശാംശങ്ങളിൽ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെ പറയണമെന്ന് ഇഷ്ടമുള്ള ആളല്ല. എന്നിരുന്നാലും നമ്മൾ വർഷങ്ങളായിട്ട് YMCAയിലൂടെ വളരെ അടുത്തറിഞ്ഞ ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും പ്രത്യേകം നന്ദി. ഇനിയിപ്പോൾ 30-ാം തീയതി പനങ്ങാട് മര്യാലയത്തിലേക്ക് വീണ്ടും ഭക്ഷണമായിട്ട്, 6-ാം തീയതി വീണ്ടും നമ്മൾ തെരുവിലേക്ക്. ഇങ്ങനെ സാധിക്കുന്ന രീതിയിലെല്ലാം വിവാഹം, പിന്നെ വിവാഹ വാർഷികങ്ങൾ, ജന്മദിനം, അങ്ങനെയെല്ലാം ഓരോ നന്മ പ്രവൃത്തികൾക്ക് നന്ദിയായിട്ട് അല്ലെങ്കിൽ തങ്ങൾക്കുള്ളതിൽ പങ്കുവെച്ച് പലരും കാണിക്കുന്ന സന്മനസ്സിൻ്റെ ഇതും കൂട്ടായ പ്രവർത്തനവും ഈ രീതിയിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണതാണ്. ജോളി എന്താ പറയണ? ഇതൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇത്ര ഇപ്പോൾ ഒരു 1,00,000 പേരുടെ കഴിഞ്ഞ് അതിൽ കൂടുതൽ നമ്മൾ കടന്നു വന്നു. ജോളിക്കൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഫീലിംഗ്? നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. വിശക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കുണ്ട്. പിന്നെ ഇതിലെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഷീല എന്താ പറയണ? ഷീലക്ക് എന്താ തോന്നണ? എനിക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹം എടുക്കാൻ ഞാൻ കണക്കാക്കുന്നു. ഇത് മറ്റുള്ള സ്വീകരിക്കുന്നവരുടെ അവസ്ഥയുമല്ലേ വലിയ ഒരു ഇതാണ്. നല്ലൊരു അനുഗ്രഹം, നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഷീലയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഷീല നമ്മളോട് സന്തോഷത്തോടെ എല്ലാം സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു പൊതി ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവർ വേഗം അവിടെ നിന്ന് തിന്നിട്ട് അടുത്ത പൊതിയും കൂടെ മേടിക്കും. നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ വന്നാൽ വിളമ്പി തിന്നാൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട്, തരാൻ ആളുണ്ട്. ഇവർക്ക് ഇതൊന്നും ചെക്ക് ചെയ്യാനും ആളുമില്ല, ആരും നോക്കാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ കൂടിയാണോ കുറഞ്ഞാണോ ഇരിക്കണമെന്ന് അറിയില്ല. ഈ മനുഷ്യരുടെ അവസ്ഥകൾ ശരിക്കും ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നത് പോലത്തെ അനുഭവങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ നാളുകളൊക്കെയും ഞങ്ങളിത് ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. ഒത്തിരി നല്ല സുമനസ്സുകൾ, നന്മ മരങ്ങൾ ഉണ്ട്. അവരുടെ ഒരു പരസ്യവുമില്ലാതെ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നിലനിർത്തുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേക